ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പര ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. ടെസ്റ്റ് പരമ്പരയിൽ പരാജയപ്പെട്ട ഇന്ത്യ ഏകദിന പരമ്പരയിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. T20 ലോകകപ്പ് വരാനിരിക്കെ ഇനിയുള്ള T20 മത്സരങ്ങളെല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. സൂര്യകുമാർ യാദവിന് കീഴിൽ ഇതുവരെ T20 പരമ്പരയിൽ പരാജയപ്പെടാത്ത ഇന്ത്യ അതേ പ്രകടനം ഈ ഹോം പരമ്പരയിലും ആവർത്തിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഈ 5 T20 മത്സരങ്ങൾക്ക് പുറമെ ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യ T20 പരമ്പര കളിക്കുന്നുണ്ട്. ആകെ 10 T20 മത്സരങ്ങളാണ് T20 ലോകകപ്പിനുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ ഇന്ത്യക്ക് ഇനി കളിക്കാനുള്ളത്. ഈ മത്സരങ്ങളിലൂടെ T20 ടീമിലെ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യക്ക് പരിഹരിക്കാൻ കഴിയണം. T20 ലോകകപ്പിന് മുമ്പ് ഏറ്റവും കരുത്തുറ്റ നിരയായി ഇന്ത്യൻ ടീം മാറണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ടീം എന്ന നിലയിൽ കരുത്തുറ്റ സംഘമാണ് ഇന്ത്യ. നിലവിൽ ടീമിലുള്ള ചില താരങ്ങളെങ്കിലും ഫോമിലാണ് എന്ന കാര്യം ഇന്ത്യക്ക് ആത്മവിശ്വാസം ഉയർത്തുന്ന ഘടകമാണ്. ലോകകപ്പിന് മുമ്പുള്ള 10 T20 മത്സരങ്ങൾ കളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇന്ത്യ തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. ടീം കോമ്പിനേഷന്റെ കാര്യത്തിൽ ഇനി കസേര കളി നടത്താനുള്ള സമയമില്ല. കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ നൽകി താരങ്ങൾക്ക് സീറ്റ് ഉറപ്പിച്ച് നൽകേണ്ടതായുണ്ട്. 10 മത്സരങ്ങൾ കൊണ്ട് ഇന്ത്യ തീരുമാനിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ അപ്പർ മിഡിൽ ഓർഡറിലെ ബാറ്റിംഗ് പൊസിഷനാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 3-ാം നമ്പറിലും 4-ാം നമ്പറിലും മാറി മാറി കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മാറ്റം സൂര്യയുടെ ബാറ്റിംഗ് പ്രകടനത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തു. സമീപകാലത്തെ സൂര്യയുടെ മോശം ഫോമിന്റെയും സ്ഥിരതയില്ലായ്മയുടെയും എല്ലാം കാരണം ഈ മാറ്റങ്ങളാണെന്ന് വിലയിരുത്താം. സൂര്യകുമാർ യാദവിന് 3-ാം നമ്പർ നൽകി 4-ാം നമ്പറിൽ ആരെന്നത് കൃത്യമായി തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതായുണ്ട്. തിലക് വർമ്മക്ക് 4-ാം നമ്പർ നൽകുന്നതാണ് നല്ലത്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ്. തിലക് വർമ്മ മികച്ച റെക്കോർഡുള്ള താരമാണ്. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ മാച്ച് വിന്നറായ തിലക് 4-ാം നമ്പറിൽ ഇന്ത്യയുടെ കരുത്തായി മാറാൻ കഴിവുള്ള താരം തന്നെയാണ്. വരുന്ന 10 മത്സരങ്ങളിലും തിലകിന് 4-ാം നമ്പർ നൽകുമോ എന്ന കാര്യത്തിൽ ഗംഭീർ വ്യക്തത വരുത്തേണ്ടതായുണ്ട്. ഇക്കാര്യത്തിൽ ഇനിയും പരീക്ഷണം നടത്തുന്നത് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. രണ്ടാമതായി വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിൽ ഇന്ത്യ തീരുമാനം എടുക്കണമെന്നതാണ്. ഇപ്പോൾ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മക്കും മാറി മാറി അവസരം നൽകുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ആരാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. 5-ാം നമ്പറിലാണെങ്കിൽ സഞ്ജു സാംസണെയും ഫിനിഷർ റോളിൽ 7-ാമനായി ആണ് വിക്കറ്റ് കീപ്പറെങ്കിൽ ജിതേഷ് ശർമ്മയെയും പരിഗണിക്കുകയാണ് ടീം മാനേജ്മെന്റ് ചെയ്യുന്നത്. വിക്കറ്റ് കീപ്പറായി ആര് വേണമെന്നതും ബാറ്റിംഗ് ഓർഡർ എങ്ങനെയാവണം എന്നതും ഇപ്പോൾ തീരുമാനിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം പേസ് ബോളിംഗിൽ ആര് കളിക്കും എന്നതാണ്. ഹാർദിക് പാണ്ഡ്യ ടീമിലുള്ളതിനാൽ ബുംറയ്ക്കൊപ്പം ഇനിയൊരു സ്പെഷ്യലിസ്റ്റ് ബൗളറെയാണ് ടീമിന് വേണ്ടത്. ഹർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരാണ് ഈ സീറ്റ് നോട്ടമിടുന്നത്. ഹർഷ്ദീപ് സിംഗ് ടീമിലെ ഏക ഇടങ്കയ്യൻ പേസറാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഹർഷിത് റാണ പേസ് ബോളിങ്ങിനൊപ്പം ബാറ്റ് കൊണ്ടും തിളങ്ങാൻ ശേഷിയുള്ള താരമാണ്. ഇവരിൽ ആർക്കാണ് T20 ലോകകപ്പിൽ മുൻതൂക്കം നൽകേണ്ടത് എന്ന കാര്യം തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതായുണ്ട്. 2 പരമ്പരകളിലായി കളിക്കുന്ന 10 മത്സരങ്ങളിലൂടെ ഇന്ത്യക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാകും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.